ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ നമുക്കുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തി വളർത്തിയെടുത്താൽ അസാധ്യമെന്ന് തോന്നുന്ന ഏതു കാര്യവും നമുക്ക് നേടാൻ സാധ്യമാക്കും. അതിന് മികച്ചൊരു ഉദാഹരണമാണ് ജപ്പാനിൽ ജീവിച്ചിരുന്ന ഒരു ബാലൻ്റെ പ്രചോദന കഥ. ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ ദരിദ്രരായ ഒരു വയോധിക ദമ്പതികൾക്ക് താമസിച്ചിരുന്നു. ഏറെ വർഷങ്ങൾക്ക് കുട്ടികളില്ലാതെ കഴിഞ്ഞവർക്ക് പ്രായമായപ്പോൾ ശേഷമാണ് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. വർഷങ്ങളായ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ ആൺ സന്താനത്തിന് ഒരു കൈയില്ലായിരുന്നു. ആ കൈയില്ലാതെ ആ കുട്ടി വളർന്നു. മറ്റു കുട്ടികൾ രണ്ട് കൈകളും ഉപയോഗിച്ച് കളിക്കുമ്പോൾ അവൻ ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ പഠിച്ചു. ചില കുട്ടികൾ അവനെ പരിഹസിച്ചു. നിനക്കൊരിക്കലും ഞങ്ങളെപ്പോലെ ആകാൻ കഴിയില്ല, ഒരു കൈ മാത്രം നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇത്തരം വാക്കുകൾ ബാലൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. എന്നിരുന്നാലും അവൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പ്രോത്സാഹനം നൽകി. മകനെ, നിനക്കില്ലാത്ത കൈയെക്കുറിച്ച് വിഷമിക്കരുത്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന മനസ്സും ധൈര്യവും ഉപയോഗിക്കുക. നിനക്ക് തീർച്ചയായും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവർ മോട്ടിവേറ്റ് ചെയ്തു. ഒരു ദിവസം ബാലൻ ഒരു കരാട്ടെ പരിശീലന കേന്ദ്രത്തിന് സമീപത്തു കൂടി നടക്കുകയായിരുന്നു. അവിടെ കുട്ടികൾ പരിശീലിക്കുന്നവൻ കൗതുകത്തോടെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ജനിച്ചു. എനിക്കും കരാട്ടെ പഠിക്കണം. അവൻ വീട്ടിലെത്തി തൻ്റെ ആഗ്രഹം മാതാപിതാക്കളോട് പറഞ്ഞു. ദാരിദ്ര്യം കാരണം പരിശീലന ഫീസ് നൽകാൻ അവർക്ക് കഴിവില്ലായിരുന്നു. എങ്കിലും മകൻ്റെ വലിയ ആഗ്രഹം കണ്ടപ്പോൾ അവർ ഒരു പ്രശസ്തനായ കരാട്ടെ ഗുരുവിനെ സമീപിച്ചു. ഗുരു ബാലനെ നോക്കി ചോദിച്ചു, നിനക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ, എന്നിട്ടും കരാട്ടെ പഠിക്കണമെന്ന് എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്നത്? ബാലൻ ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, ഗുരുവേ, എനിക്ക് ഇഷ്ടപ്പെട്ട കൈ തിരികെ ലഭിക്കില്ല, പക്ഷേ എനിക്കുള്ള കൈയെ ശക്തമാക്കാൻ കഴിയും. ദയവായി എന്നെ പഠിപ്പിക്കണം. ബാലൻ്റെ ആത്മവിശ്വാസം ഗുരുവിനെ ആകർഷിച്ചു. പരിശീലന ഫീസ് ഒന്നും വാങ്ങാതെ തന്നെ അവനെ പഠിപ്പിക്കാൻ ഗുരു സമ്മതിച്ചു. പരിശീലനം ആരംഭിച്ചു. എന്നാൽ ഗുരു അവനെ ഒരേ ഒരു കരാട്ടെ ടെക്നിക്ക് മാത്രമാണ് പഠിപ്പിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഗുരു വീണ്ടും വീണ്ടും അതേ തന്ത്രം മാത്രം പരിശീലിപ്പിച്ചു. ഒരു ദിവസം ബാലൻ ചോദിച്ചു, ഗുരു, മറ്റു വിദ്യാർത്ഥികൾ നിരവധി തന്ത്രങ്ങൾ പഠിക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഒരേ ഒരു തന്ത്രം മാത്രം പഠിപ്പിക്കുന്നത്? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, ആദ്യം ഈ തന്ത്രം പൂർണ്ണമായി പഠിക്കൂ. അതിൻ്റെ കാരണം പിന്നീട് നിനക്ക് മനസ്സിലാകും. ഇതിനുശേഷം ബാലൻ പരാതിപ്പെട്ടില്ല. രാവിലെ പരിശീലിച്ചു, വൈകുന്നേരം പരിശീലിച്ചു, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും പരിശീലിച്ചു. അവസാനം ആ ഒരേ ഒരു തന്ത്രത്തിൽ മറ്റാരും എത്താത്ത അത്ര വൈദഗ്ധ്യം അവൻ നേടിയെടുത്തു. കുറച്ചു കാലത്തിന് ശേഷം ഒരു വലിയ കരാട്ടെ മത്സരം നടന്നു. ഗുരു ബാലൻ്റെ പേരും മത്സരത്തിനായി നൽകി. ആദ്യ മത്സരത്തിൽ ബാലൻ്റെ എതിരാളി അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കൈ മാത്രമുള്ള ഇവനാണോ എന്നോട് മത്സരിക്കുന്നത്? മത്സരം ആരംഭിച്ചു. ബാലൻ ഗുരു പഠിപ്പിച്ച ഒരേ ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചു. അവൻ അതുമാത്രം അറിയുള്ളൂ. അവൻ വിജയിച്ചു. രണ്ടാമത്തെ മത്സരത്തിലും അതേ തന്ത്രം ഉപയോഗിച്ച് വിജയിച്ചു. മൂന്നാമത്തെ മത്സരത്തിലും വിജയിച്ചു. അവസാനം അവൻ ഫൈനലിലെത്തി. ഫൈനലിലെ എതിരാളി വളരെ ശക്തനും പരിചയസമ്പന്നനുമായിരുന്നു. ബാലന് പരിക്ക് സംഭവിക്കുമോ എന്ന് ഭയന്ന് വിധികർത്താവ് മത്സരം നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഗുരു പറഞ്ഞു, മത്സരം തുടരട്ടെ, എൻ്റെ ശിഷ്യന് എനിക്ക് വിശ്വാസമുണ്ട്. മത്സരം വീണ്ടും ആരംഭിച്ചു. ശക്തനായ എതിരാളി ബാലനെ താഴെയിടാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ശരിയായ അവസരം ലഭിച്ചപ്പോൾ ബാലൻ തൻ്റെ ഒരേ ഒരു തന്ത്രം വളരെ വേഗത്തിൽ പ്രയോഗിച്ചു. എതിരാളി നിലത്തു വീണു. ഒരു കൈ മാത്രമുള്ള ആ ദരിദ്ര ബാലൻ ചാമ്പ്യനായി. തൻ്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് അവൻ ലോകതലത്തിലുള്ള കരാട്ടെ മത്സരങ്ങളിലും വിജയങ്ങൾ നേടി. മത്സരശേഷം ബാലൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവോ, എനിക്ക് ഒരേ ഒരു തന്ത്രം മാത്രമേ അറിയൂ, എന്നിട്ടും ഇത്ര ശക്തമായ എതിരാളികളെ ഞാൻ എങ്ങനെ തോൽപ്പിച്ചു? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ്,
അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, കരാട്ടയിൽ ഏറ്റവും ശക്തമായ തന്ത്രങ്ങളിൽ ഒന്നാണ് നീ പൂർണ്ണമായി പഠിച്ചത്. രണ്ടാമത്, ആ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എതിരാളി ചെയ്യേണ്ടത് നിൻ്റെ മറ്റേ കൈ പിടിക്കുകയാണ്. പക്ഷേ നിനക്ക് ആ കൈ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ലോകം ഒരു കുറവായി കണ്ട ഒരു കാര്യത്തെ ഗുരു അവൻ്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി ശ്രമിച്ചു. ഇതാണ് ഈ കഥ നൽകുന്ന മഹത്തായ സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടായേക്കാം. പണമില്ലായിരിക്കാം, ഉയർന്ന വിദ്യാഭ്യാസമില്ലായിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ സഹായം ലഭിക്കാതിരിക്കാം, പ്രായം കൂടുതലായിരിക്കാം. എന്നാൽ ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നമ്മുടെ കുറവുകളെക്കുറിച്ച് നിരന്തരം പരാതിപ്പെട്ടാൽ അവ നമ്മളെ ദുർബലരാക്കുകയുള്ളൂ. ശരിയായ പരിശീലനവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അതേ കുറവുകൾ തന്നെ നമ്മുടെ വിജയത്തിൻ്റെ കാരണമായി മാറും. നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് കണ്ടെത്തുക, അതിനെ ദിവസവും പരിശീലിക്കുക, പരാജയപ്പെട്ടാലും വീണ്ടും എഴുന്നേൽക്കുക. കാരണം വിജയിക്കാൻ എല്ലാ കഴിവുകളും ആവശ്യമില്ല. നമുക്കുള്ള ഒരു കഴിവിനെ പൂർണ്ണതയിലേക്ക് എടുക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം തന്നെയായിരിക്കും ഒരു ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. അതുകൊണ്ട് ഒരിക്കലും സ്വയം ചെറുതായി കാണരുത്. ആളുകൾ നിങ്ങളെ പരിഹസിച്ചേക്കാം, സാഹചര്യങ്ങൾ തടഞ്ഞേക്കാം. പക്ഷെ മനസ്സിൽ ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ടുപോലും ലോകം കീഴടക്കാം. നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി താങ്ക്സ് ഓൾ.